ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. നമ്മളിപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകുന്നത്. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്ക് പോകുമ്പോൾ ധർമ്മടം കഴിഞ്ഞ് മുഴുപ്പിലങ്ങാട് പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോകുമ്പോഴാണ് നമുക്ക് ബീച്ച് എത്തുക. ഇവിടം കഴിഞ്ഞ് മുൻപോട്ട് പോയാലും 1-2 ഇടത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബീച്ചിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട് ബീച്ചിലേക്ക്. ഈ പോകുന്ന വഴിയൊക്കെ ചെറുതാണ്, സൂക്ഷിച്ചു പോകണം. ചിലയിടങ്ങളിൽ 2 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിവേഴ്സൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളിപ്പം ബീച്ചിലേക്ക് എത്തി. വണ്ടി ബീച്ചിൽ ഇറക്കുന്നതിന് 40 രൂപയാണ് എൻട്രി ഫീസ്. അങ്ങനെ നമ്മൾ ലോക ഭൂപടത്തിൽ തന്നെ ഇടം നേടിയ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലേക്ക് കയറി. അവധി ദിവസമായതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ലോക ഭൂപടത്തിൽ ഇടം നേടിയതെന്ന് ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞതല്ല. ലോകത്തെ ഏറ്റവും മികച്ച 5 ഡ്രൈവിൻ ബീച്ച് എടുത്താൽ അതിലൊന്ന് നമ്മുടെ ഈ കേരളത്തിലെ കണ്ണൂരിൻ്റെ സ്വന്തം മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചും ഇത് തന്നെയാണ്. നീളം കൂടിയതെന്ന് പറയുമ്പോൾ ഏകദേശം 5.5 കിലോമീറ്റർ നീളമുണ്ടാകും. അതായത് ഈ ഡ്രൈവേക്കാണ് ഈ 5.5 കിലോമീറ്റർ നീളം. അതിൽ 3.5-4 കിലോമീറ്ററോളം നമുക്ക് ഏത് വാഹനവും ഓടിക്കാനുമാകും. അതായത് നമുക്ക് നമ്മുടെ മുഴുപ്പിലങ്ങാട് കടപ്പുറത്ത് മാരുതി 800 ഓടിക്കാം, ലാൻഡ് ക്രൂയിസറും ഓടിക്കാം. പക്ഷേ ലോകത്തെ എണ്ണം പറഞ്ഞ മറ്റ് ഡ്രൈവിൻ ബീച്ചുകളിൽ 2 വീൽ ഡ്രൈവ് ഓടിക്കുന്നവർ കുറച്ച് വിയർക്കുമെന്ന് സാരം. നമ്മളിവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ആ ചെറിയ നനവുള്ള ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും സെക്യൂർ ആയിരിക്കും. കാരണം തൊട്ടിപ്പുറത്ത് കിടക്കുന്ന പഞ്ചസാര മണലിൽ ഇറങ്ങിയാൽ ചിലപ്പം പുതയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ നനമുള്ള ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരിക്കലെങ്കിലും തോന്നും ഈ മണൽ പരപ്പിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെയുള്ള ഡ്രൈവിൻ ബീച്ച് നമുക്ക് സാധ്യമാക്കി തന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് 1000 നന്ദി. 1990 കാലഘട്ടത്തിന് തുടക്കത്തിലാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് ഈ ബീച്ചിനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. 30 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികളെ കാണുമ്പോൾ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബായി എന്ന് അടിവരയിട്ട് പറഞ്ഞേ മതിയാകൂ. നല്ല എക്സ്പ്രസ് ഹൈവേ പോലെ കിടക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് പഠിക്കാനും എല്ലാം പറ്റുന്ന ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസൽ അനുഭവമാണ് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ. അതും ബീച്ച് ഡ്രൈവ് കിട്ടില്ലൻ വന്ന് നോക്കാം, അപ്പം അറിയാം. ഞാനിവിടെ വരുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ഇന്നിപ്പം അവധി ദിവസമൊക്കെ ആയതുകൊണ്ടെന്ന് അറിയില്ല. ഇന്ന് നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്, ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അന്ന് ഞാൻ വന്നപ്പോൾ ഇപ്പോൾ 2-3 വർഷം മുമ്പാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ തിരക്കും ഇല്ല, ഒന്നുമില്ല. ഒരു 10-15 വണ്ടി ഉണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര തിരക്കാണ്. നമ്മളവിടെ നിന്ന്, അതായത് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോട്ടയത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കടൽ തീരത്ത് വണ്ടി ഓടിക്കുക, കടലിൽ വണ്ടി ഇറക്കുക, വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയത് താമസിച്ചാണ്, 5:30 വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലൈറ്റിങ്ങിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും. സൂര്യനാണെങ്കിൽ അസ്തമിക്കാറായി നിൽക്കുന്നുണ്ടോ. രാത്രി ആയതുകൊണ്ട് നമുക്ക് വിഷ്വൽസ് ഒന്നും ക്ലിയർ ആയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്ക് വരാം. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം തിരികെ പോകുന്ന വഴിയിൽ ഒരിക്കൽ കൂടി വാഹനം ഓടിക്കുന്നതിനായിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ഇന്ന് ഒട്ടും തന്നെ തിരക്കില്ല. ആകെ മൊത്തം ഒരു 10 വണ്ടിയിൽ താഴെ ഉള്ളൂ.
പക്ഷേ കടൽ ഒരുപാട് കരയിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റുന്ന ആ ട്രാക്കിന് വീതി കുറച്ച് കുറവാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വെള്ളം ഇറങ്ങുമെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ നമ്മൾ വൈകുന്നേരം വന്നപ്പം ഒരുപാട് വീതി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരുപാട് കരഭാഗം കിട്ടുന്നുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ശരിക്കും ഈ ഒരു ബീച്ച് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം മറ്റു വണ്ടികളുടെ തിരക്കോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനും സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം വന്നതിനേക്കാളും വണ്ടിയൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അവധി ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഈ വെള്ളം കയറി വരുമ്പോഴേ ഇതുപോലെ സൈഡിലൊരു തിട്ട ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. അത് ചിലയിടത്തൊക്കെ വരുമ്പോൾ നല്ല കട്ടിയിലുണ്ട്. അവിടെ വിട്ടടിച്ച് വരുവാണെന്നുണ്ടെങ്കിലേ ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ താഴെ അടി തട്ടുകയൊക്കെ ചെയ്യാം. അപ്പം വരുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ഇവിടെ വരെ എല്ലാം കടൽ കയറി വരുന്നതാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന പാറക്കെട്ടുകളില്ലേ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന്, അതായത് ഈ വെള്ളമൊക്കെ കുറച്ചും കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് നടന്ന് പോകാൻ പറ്റുന്നതാണ്. ദൂരെ നമുക്ക് ധർമ്മടം തുരുത്തും അതിനടുത്തായിട്ട് തിട്ടയിൽ ഉറച്ചുപോയ കപ്പലും കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ ധർമ്മടം തുരുത്തിൽ പോയിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. 1 മണിക്കൂറോളമായി നമ്മളിവിടെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിർത്തിയിട്ട് പോകാൻ തോന്നുന്നേയില്ല. എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പതിയെ അങ്ങോട്ട് നീങ്ങുവാണ്. പുതിയ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണാം.